Okay, now let's discuss about diazomethane. Diazomethane എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയസോ ഗ്രൂപ്പ് ട്രിപ്പിൾ ബോണ്ട് എൻ ഡബിൾ ബോണ്ട് എന്നും പിന്നെ CH2 ഗ്രൂപ്പും കൂടി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു കോമ്പൗണ്ടാണ്. വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു റിയേജന്റ് ആണ് ഡയസോമീഥേൻ. അതിന്റെ പ്രിപ്പറേഷൻ സിംപ്ലസ്റ്റ് പ്രിപ്പറേഷൻ ആണ് ഞാൻ പറയുന്നത്. എൻ മീഥൈൽ എൻ നൈട്രസോ യൂറിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം NH2CO NH2 എന്ന് പറയുന്നതാണ് യൂറിയ. അതിനകത്ത് ഒരു NH2 രണ്ട് ഹൈഡ്രജന് മാറ്റി ഒരു മീഥൈൽ ഗ്രൂപ്പും ഒരു നൈട്രസോ NO ഗ്രൂപ്പും കൂടി ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എൻ മീഥൈൽ എൻ നൈട്രസോ യൂറിയ. അതിനെ KOH and H2O ഇൻ ദ പ്രസൻസ് ഓഫ് ഈഥർ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ടാണ് ഡയസോമീഥേൻ. ഡയസോമീഥേൻ ഭയങ്കര എക്സ്പ്ലോസീവ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് അതിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം. ഈവൻ ലാബിൽ വരെ ഈ ഗ്ലാസ് വെയേഴ്സിൻ്റെ ഇടയിൽ സ്ക്രാച്ചസ് ഉണ്ടെങ്കിൽ വരെ അത് എക്സ്പ്ലോസീവ് നേച്ചർ കാണിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, എനിവേ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇതിൻ്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ റീസൺ ഞാൻ പറയാം. ഇവിടെ നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്നത് CH2N + N- അങ്ങനെയാണ് ഈ മോളിക്യൂളിന്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്. ഇതിൽ എന്താ പറയുക, ഇവിടുത്തെ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു റെസൊണൻസ് ഫോം ആണിത് കേട്ടോ. CH2ന്റെ അവിടെ പ്ലസും ഈ Nന്റെ അവിടുത്തെ പ്ലസ് പോയി. ഓക്കെ, ഇനി ഇത് തന്നെ നമുക്ക് ഈ ഇലക്ട്രോൺസ് ഇപ്പുറത്തേക്ക് കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു റെസൊണൻസ് ഫോം ആണിത്. CH2- ആകും. ഇവിടുത്തെ നൈട്രജന്റെ നെഗറ്റീവ് ചാർജ് ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ N+ ആയിട്ട് തന്നെ റിട്ടേൺ ചെയ്യും. ഇവിടുത്തെ നൈട്രജന്റെ പോകും. ഇനി അടുത്ത റെസൊണൻസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് ഈ നൈട്രജനിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റെസൊണൻസ് സ്ട്രക്ചറാണ് ഇത്. N ആൻഡ് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വന്നു, ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് ന്യൂട്രലൈസ് ചെയ്ത് പോയി ആ ഇലക്ട്രോൺ. സോ ദീസ് ആർ ദ റെസൊണേറ്റിംഗ് സ്ട്രക്ചർ. ഇതിൻ്റെ അകത്ത് ഈ ഡയസോ ഗ്രൂപ്പ് അല്ലെ ഡയസോമീഥേൻ ഇത്ര റിയാക്റ്റീവ് ആവാനുള്ള ഒരു റീസൺ ഈ റെസൊണേറ്റിംഗ് സ്ട്രക്ചറിലുണ്ട്. റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിന് പല റിയാക്ഷൻസ് ചെയ്യാം. നിങ്ങളിവിടെ നോക്കിയോ, CH2 ഗ്രൂപ്പിൻ്റെ ഇവിടെ പോസിറ്റീവ് വരുന്നുണ്ട്. സോ ഇറ്റ് ക്യാൻ ആക്ട് ആസ് എൻ ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് കോമ്പൗണ്ട്സ് ആണ്. അപ്പം CH2 ഗ്രൂപ്പിൻ്റെ അവിടെ പോസിറ്റീവ് വരുന്നത് കൊണ്ട് ആ CH2 ഗ്രൂപ്പിനെ കൊണ്ട് അതൊരു ഇലക്ട്രോഫൈൽ പോലെ അറ്റാക്ക് നടത്താൻ പറ്റും. അതുപോലെ ഈ റെസൊണൻസ് സ്ട്രക്ചറിൽ CH2 ഗ്രൂപ്പിൻ്റെ അവിടെ നെഗറ്റീവ് ചാർജ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനെന്താ ന്യൂക്ലിയോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. സെയിം മോളിക്യൂൾ തന്നെ ചില സമയത്ത് അത് ഇലക്ട്രോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യും, ചില സമയത്ത് ന്യൂക്ലിയർ, ഡിപ്പെൻഡിങ് ഓൺ ദ കണ്ടീഷൻസ്. അതുപോലെ ഈ ഒരു റെസൊണേറ്റിംഗ് സ്ട്രക്ചറിൽ നോക്കൂ, നിങ്ങൾ 1,3 ഡൈപോൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ സൈക്ലോഡീഷൻസ് ഒക്കെ നടത്തുന്ന സമയത്ത് ഈ അറ്റത്തും ചാർജ് ഉണ്ട്, ഈ അറ്റത്തും ചാർജ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിലും തേർഡ് പൊസിഷനിലും എന്തെങ്കിലും ചാർജ് വന്ന രീതിയിലുള്ള ഡൈപോൾ സ്ട്രക്ചറാണ് അതിനുള്ളത്. അപ്പോൾ 3 ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ് യൂഷ്വലി ഈ മോളിക്യൂൾ തരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഭയങ്കര റിയാക്റ്റീവ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇലക്ട്രോഫൈൽ ആയിട്ടും ന്യൂക്ലിയോഫൈൽ ആയിട്ടും 1,3 ഡൈപോൾ ആയിട്ടും ഡയസോമീഥേൻ ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വഴി പറയാൻ പറ്റും. ഇനി റിയാക്ഷൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയസോമീഥേനെ നമ്മൾ ഫോട്ടോളിസിസ് ചെയ്തതിന് ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് അതൊരു കാർബീൻ മോളിക്യൂളിനെ റിലീസ് ചെയ്യും. ലൈക്ക് CH2 എന്ന് പറഞ്ഞ റിയാക്റ്റീവ് ആയിട്ടുള്ള 6 ഇലക്ട്രോൺസ് ചുറ്റുമുള്ള ഹൈലി റിയാക്റ്റീവ് ഒരു സ്പീഷീസ് ആണ്, ഇന്റർമീഡിയറ്റ് ആണ്. അപ്പം ഈ കാർബീൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കാർബീൻ കയറുന്നത് ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കാർബീൻ കയറും, അല്ലാണ്ട് സാധാരണ സിഗ്മ ബോണ്ടുകളില്ലേ അതിൻ്റെ ഇടയിലും ഇതിന് കയറാൻ പറ്റും. അപ്പം യൂഷ്വലി മീഥൈൽ ഗ്രൂപ്പിൻ്റെ ഇൻസേർഷന് വേണ്ടിയിട്ട് സാധാരണ ഗ്രൂപ്പിൽ ഇപ്പം ഞാൻ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും, മീഥൈൽ ഗ്രൂപ്പിൻ്റെ ഇൻസേർഷന് വേണ്ടിയിട്ടാണ് ഒരു CH2 ഗ്രൂപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് യൂഷ്വലി ഡയസോമീഥേൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ വിത്ത് ആൽക്കീൻ. ആൽക്കീനിൽ നോക്കിയേ, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, ഇതാണ് അതിൻ്റെ റിയാക്ഷൻ സെൻറ്റർ. അപ്പോൾ അവിടെ നമ്മൾ ഈ ഡയസോമീഥേൻ ഇട്ട് കഴിഞ്ഞാൽ
ഇതിൻ്റെ ഇടയിൽ ഈ ഡബിൾ ബോണ്ടിൻ്റെ ഇടയിൽ CH2 ഗ്രൂപ്പ് കയറി ഒരു സൈക്ലോപ്രോപ്പൈൻ റിംഗ്. നമുക്കറിയാം സൈക്ലോപ്രോപ്പൈൻ റിംഗ് ഹൈലി സ്ട്രെയിൻഡ് റിംഗ് ആണ്, അത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഈ മോളിക്യൂൾസ് വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി വിത്ത് HCl ആണ് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ CH2 ഗ്രൂപ്പിന്റെ അകത്ത് ഈ N2 ഗ്രൂപ്പ് അങ്ങ് പോകും. എന്നിട്ട് ഒരു ബോണ്ട് ഹൈഡ്രജനിലേക്ക് പ്ലസിലേക്കും ഒരെണ്ണം Cl- പോണ രീതിയിലായിരിക്കും. അതായത് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഇടയിലേക്ക് ഒരു CH2 ഗ്രൂപ്പ് കയറുന്നു എന്ന് വിചാരിച്ചാലും ഇറ്റ്സ് ഓക്കെ. CH3Cl ആയിരിക്കും പ്രോഡക്റ്റ് കിട്ടുക. ഇനി വിത്ത് ഏതെങ്കിലും ആസിഡ്, നമ്മുടെ കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ H+ ആൻഡ് COO-. അപ്പോൾ ഈ H+ CH2ന്റെ അകത്തേക്ക് കയറും, COO- CH2ന്റെ അകത്തേക്ക് കയറും, N2 റിലീസ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് നോക്കി, CH3 ഇതിൻ്റെ അകത്ത് ഒരു H+ കയറിയിട്ടുണ്ട്, ഒരു COOR ഗ്രൂപ്പും കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ തുടങ്ങിയത് RCOO, അതിന്റെ കറസ്പോണ്ടിങ് എസ്റ്റർ ആണ് കിട്ടിയത്. ഓക്കെ, ദെൻ വിത്ത് കീറ്റോൺസ് വെച്ചിട്ട് റിയാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് COR എന്ന് പറഞ്ഞ ഒരു മോളിക്യൂൾ ആണെങ്കിൽ ഈ ബോണ്ടിന്റെ ഇടയിൽ ഒരു CH2 ഗ്രൂപ്പ് കയറ്റാം. അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ വേറൊരു റിയാക്ഷൻ നടത്താൻ പറ്റിയത് ഈ കാർബണൈൽ ബോണ്ട് CO ഡബിൾ ബോണ്ടിലേക്കാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി, ഓക്സിജന്റെയും ഈ കാർബണിന്റെയും ഇടയിൽ ഒരു ഡബിൾ ബോണ്ട് പൊട്ടിയിട്ട് ഒരു CH2 ഗ്രൂപ്പ് കയറിയിരിക്കും. എപ്പോക്സി റിംഗ് പോലെ ഫോം ചെയ്യും. അങ്ങനെയും ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം പിന്നെ വേറൊരെണ്ണമുള്ളത് സിന്തസിസ് ഓഫ് ഹെട്രോസൈക്ലിക് റിംഗ്. ഹെട്രോസൈക്ലിക് റിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ ആൽക്കീനോ എന്തെങ്കിലും ഈ പെർട്ടിക്കുലർ മോളിക്യൂളുമായിട്ട് ഡയസോമീഥൈനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു 1,3 ഡൈപോൾ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു റെസൊണൻസ് സ്ട്രക്ചർ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ആ സ്ട്രക്ചറാണ് എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ റീഅറേഞ്ച്മെന്റ് ചെയ്ത് വരുമ്പോൾ യു വിൽ ഗെറ്റ് a 5-membered ring. ആൻഡ് ഫൈനലി ഓൺ റീഅറേഞ്ച്മെന്റ് ഈ ഹൈഡ്രജനെ ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് വരുമ്പോൾ യു വിൽ ഗെറ്റ് എ ഫൈനൽ സ്ട്രക്ചർ. ഇപ്പം ഇതിന് തന്നെ ആൽക്കൈനാണ് എടുക്കണമെന്നുണ്ടെങ്കിലോ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വന്നിട്ടുള്ള ഒരു മോളിക്യൂളായിരിക്കും, ഒരു റിംഗ് ഫോം ആയിരിക്കും അതിൽ കിട്ടുന്നത്. ഇനി റിംഗ് എക്സ്പാൻഷൻ ഓഫ് കീറ്റോൺ, ഇത് വേറൊരു റിയാക്ഷനാണ്. അപ്പോൾ ഒരു സൈക്ലിക് കീറ്റോൺ ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അതിൻ്റെ അകത്തേക്ക് ഡയസോമീഥൈൻ ആഡ് ചെയ്യുമ്പോൾ 2 പോസിബിലിറ്റിയാണുള്ളത്. ഒന്നെങ്കിൽ ഇവിടുത്തെ കീറ്റോൺ പാർട്ടിൽ റിയാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ കീറ്റോണും കാർബണും ഈ COയും ഉള്ള കാർബണും തൊട്ടടുത്തുള്ള കാർബണും അതിൻ്റെ ഇടയിൽ ഈ CH2 ഗ്രൂപ്പിനെ കയറ്റാം. സെയിം തന്നെ കേട്ടോ, ഇവിടെ കീറ്റോണിൽ നടത്തിയ പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്, പക്ഷെ ഇത് റിംഗ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കയറണമെന്നുണ്ടെങ്കിൽ 5-membered റിംഗ് എന്ത് റിംഗ് ആവും? 6-membered റിംഗ് ആവും. ഇപ്പോൾ COയുടെ ഇടയിലാണ് കയറണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഒരു എപ്പോക്സി റിംഗ് വരും. അങ്ങനത്തെ ഒരു സ്ട്രക്ചേഴ്സും ഉണ്ടാക്കാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ ഒരു റിയാക്ഷനാണ് ആൺടൈൻസ്റ്റഡ് സിന്തസിസ് എന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മളുടെ ലോവർ ആസിഡ്സിൻ്റെ, നിങ്ങൾ ആസിഡ്സിൻ്റെ സ്റ്റെപ്പ് അപ്പ് പ്രോസസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു സിന്തസിസ് ആയിരിക്കും. ഇത് ഒരു ലോവർ ആസിഡിൻ്റെ ഹയർ ഹോമോലോഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സ്. അതായത് നമുക്കറിയാം ഈ സിയും ഈ ആറും ഇതിൻ്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു CH2 ഗ്രൂപ്പിനെ കയറ്റിയാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ഹയർ ഹോമോലോഗ് ആസിഡ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കി, ഇത് കുറേ റിയേജൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തതില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് RCH2COOH എന്ന് പറഞ്ഞിട്ട് ഒരു ഹയർ ഹോമോലോഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ആൺടൈൻസ്റ്റഡ് സിന്തസിസ്. ഈ സിന്തസിസിൻ്റെ ഇടയിൽ ഒരു കീറ്റീൻ എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ടാകുന്നുണ്ട്. ആ ഇന്റർമീഡിയറ്റ് നടക്കുന്നത് ഒരു റീഅറേഞ്ച്മെന്റ് വഴിയാണ്. ആ റീഅറേഞ്ച്മെന്റിന്റെ പേരാണ് വൂൾഫ് റീഅറേഞ്ച്മെന്റ്. അപ്പോൾ ഈ ആൺടൈൻസ്റ്റഡ് സിന്തസിസും വൂൾഫ് റീഅറേഞ്ച്മെന്റും കൂടി ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ഇടാം. സോ ദിസ് ഇസ് സം ഓഫ് ദ synthesis structure and the reactions of diazomethane.